ഇതിലൊക്കെ നമുക്ക് ബ്ലൂല് ഇത് ചൂടപ്പണ കേട്ടോ. മീൻ കറി വെച്ചു. ഐഫോണിന്റെ കമ്പനി ആ ഒരു സാധനം ഉണ്ട്. 14,000 രൂപ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിന്റെ ചാർജർ ഉണ്ട് 15 പ്രോന്റെ. ഈ 2 എണ്ണം പോയാൽ മതി മക്കളെ 10,000 രൂപ ആവാറ്. അപ്പോൾ പക്ഷേ അളിയൻ പോയിട്ട് അവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ തിന്നു കുറേ സ്ഥലങ്ങളിൽ പോയി. ഇനിയും കുറേ സ്ഥലങ്ങളിലേക്ക് പോവാണ്. ചക്ക കേടുവന്നാ മാത്രം കിളി കൊത്തിക്ക്. ഗൈസ്, എനിക്കൊരു ചക്ക കൊയ്ത് തരാൻ പറഞ്ഞിട്ട് വാപ്പ കൊയ്ത് തരൂല എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു വാപ്പാര് എവിടെങ്കിലും ഉണ്ടാകുമോ ഗൈസ്? ഏതാ ഫോൺ നോക്കുന്നത്? എന്റെ അമ്മ വന്നില്ല. കപ്പിലെ വിവരം വായിച്ചു കണ്ടിട്ട് എന്റെ മക്കൾക്ക് ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി ചായ കുടിച്ചു. എന്തായി ചായ വെള്ളം നുറുക്ക്. ഇനിയിപ്പോ ഇവിടെയൊക്കെ പോകാനുണ്ട്. വരെ ഷോപ്പിങ്ങിന് പോകണം. വരെയും കുറേ ഡ്രസ്സുകൾ വിലയോട് ചോദിച്ചു നോക്കിയാ പീടിയെന്നങ്ങനെ ഓരോ ഒരു വീട് തപ്പി തപ്പി പോവാണ് ഗൈസ്. എൻ്റെ മോളുടെ ഫോട്ടോ കേട്ടോ. മുന്നിലുള്ളതാ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കാണുക. മഴ ആയിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതെന്താ പറ്റൂ പറയാ? നമ്മളെ എന്താ ഒരു സിനിമ അല്ലേ, എന്താ അതിന്റെ പേര്? ഗ്രാമഫോൺ. അതല്ലേ, അങ്ങനല്ലേ ഇതിന് പറയാ? ഗ്രാമഫോൺ എന്നാണ് തോന്നുന്നു കേട്ടോ പറയാ. ഞാനിത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് കണ്ടതാ. ഇതിന്റെ കേസറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കേസറ്റ് അല്ലേ എന്ന് പറയാ? ഉണ്ടെന്ന് പറഞ്ഞു. ആണ് പറയുക, എന്താണെന്നൊന്നും പറയാന്നറിയില്ല. പക്ഷെ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ മറ്റേ ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, ഇപ്പം ഈ ഓൾഡ് സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. പക്ഷെ അത് അങ്ങനെ മേടിച്ചൊന്നുമില്ല, ഇതിൽ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു. പാട്ട് പാടിയ ആ സാധനം തിരിച്ചു വെച്ചിട്ടില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്.
എല്ലായിടത്തും വിളിച്ചു തീർന്നു. നട്ടപ്പാതിരയായി. അപ്പം എൻ്റെ കമ്പനിക്കാരുടെ ബസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറണം. ഉള്ളിയേരി ഉണ്ട് അതിന്. നല്ല ലേറ്റായി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ തൊട്ടിൽ നിന്നിട്ടാട്ടോ അത്ര വെളിച്ചം. അപ്പോൾ ബസ് വന്നിട്ട് അതിൽ കയറിയിട്ട് അവിടെ ഉള്ളിയേരി ബ്ലോക്കാണോ അവിടെ. എന്നിട്ട് ഉള്ളിയേരി അവൻ കാറുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കയറിയിട്ട് പോകണം ഗൈസ്. ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് രാവിലെ ഇറങ്ങിയതല്ലേ. ഞാൻ പറഞ്ഞില്ലേ നട്ടപ്പാതിരക്കെ വീട്ടിലെത്തുള്ളൂ. ഓക്കെ ഉള്ളിയേരി എത്തി. ഓൻ്റെ ടാസ്കി ഓൻ്റെ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ട് കയറുക കേട്ടോ. അപ്പൊ ടാസ്കി വിളിച്ചിട്ട് പോവുകയാണ്. വയ്യ ഗായ്സ്. ഇവനോ തള്ളനെ വിട്ടില്ല ഗൈസ്. ആ തള്ളൻ്റെ ഒരു റീൽ ഇന്ന് കണ്ടിട്ട് എനിക്കത് അപ്ലോഡ് ചെയ്ത് അയച്ചു തന്നിട്ട് എനിക്ക് അടിക്കുറിപ്പിട്ടത് എന്താണെന്നറിയോ, ചിരിക്കരുത് എന്നും പറഞ്ഞ്. ഈ നമ്മുടെ ഏത് സിനിമയായിരുന്നു, നയൻതാരൻ്റെ സിനിമയല്ലേ, ഐ ലവ് യു ലിപ്പ് കിടക്കുന്നത് ഒരു സൈഡിലും തള്ള കിടക്കുന്നത് വേറൊരു സൈഡിലും. ഞാൻ എന്താക്കിയോ, കല്യാണപ്പോലെ പോയില്ലേ, കല്യാണപ്പോലെ പോയിട്ട് ചെക്കന്മാരൊക്കെ ഒരുമിച്ച് എന്തോ ഒരു സങ്കടത്തിൽ നിൽക്കായിരുന്നു. ഞാൻ ഈ ഫോണിലിപ്പോ വീഡിയോ എടുത്ത് കാണിച്ചാൽ കൊടുത്ത് പിന്നെ കല്യാണം പോലെ മറ്റേ ഉത്സവപ്പറമ്പായി മാറി മോളെ. ഇവനത് ഇവന്റെ പറയാനുണ്ട്. ഇന്ന ഏടുന്നോ വീട്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നല്ല പിടിച്ചത്, അന്നൊരു കാര്യം, അല്ലാണ്ട് ലോഡ്ജിൽ നിന്നല്ലല്ലോ. എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് തന്നെ കൂട്ടിക്കാൻ മോളെ പിടിച്ചിട്ട് 2 പ്രാവശ്യം, ഒന്നല്ല 2 പ്രാവശ്യം പിടിച്ചു. എന്നിട്ട് വേനുണ്ടല്ലോ പറഞ്ഞ് ഞാൻ പറയുന്നത് സത്യമല്ലേ, കണ്ടോന്റെ മുമ്പാൻ പോയിട്ട് ലോഡ്ജിൽ നിന്ന് എന്നെ പിടിച്ചിട്ടില്ല. ലോഡ്ജിൽ പോയ തെളിവും കാര്യമൊക്കെ നമ്മളടുത്തുണ്ട്. തെങ്ങുമല ആദ്യം ഇന്ന വീട്ടിൽ നിന്ന് പിടിച്ചൊന്ന് കാണിച്ചിട്ടുണ്ടോ കേട്ടോ, പറച്ചിലല്ല തെളിവ് സഹിതം കാണിച്ചിട്ടുണ്ടോ കേട്ടോ. ഏതായാലും ഓൻ പറഞ്ഞത് സത്യമാണ്. ഓൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പിടിക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്. കാരണം വീട്ടുകാരും ഞാൻ ഒരു പെണ്ണിനെ പൂശാൻ പോയപ്പോ വീട്ടിൽ നിന്ന് പിടിച്ച് എന്നെ കൂട്ടിക്കും. ഒന്നില്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ വീട്ടിൽ നിന്നല്ലേ പിടിച്ചത്. എന്നെ പോലെ വേസിനെ പോലെ ലോഡ്ജിൽ പോയിട്ട് കണ്ടോന്റെ മോനെ കിടന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതും പറഞ്ഞ സത്യാട്ടോ. കാരണം ഒരാളെ വീട്ടിൽ നിന്ന് പിടിക്കാന്ന് പറയുന്നത് അത് അഭിമാനം തന്നെ. പക്ഷെ ഞാൻ നാറിയാലും വേണ്ടില്ല, നാട്ടിച്ച് ഞാൻ ലോഡ്ജിൽ പിടിക്കാന്ന് പറയുന്നത് അത് മോശം. ഓനന്നപ്പേ പറഞ്ഞേക്കും വീട്ടിൽ നിന്നല്ലേ, അത് കുഴപ്പമില്ല. കാരണം അമ്മയും പെങ്ങന്മാരും എല്ലാരും അറിയുന്ന ഒരു സംഭവമല്ലേ. ലോഡ്ജിലാകുമ്പോ പോലീസുകാർ ലോഡ്ജിൽ ലോഡ്ജിൽ പോകുന്നത് ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന വേശികള് ഒരു റൂം എടുത്തിട്ട് ആരും കാണാണ്ടോ അറിയാണ്ടോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ലോഡ്ജിൽ റൂം എടുക്കുക. ഞാനെന്നല്ലേ വീട്ടിലാ പോയത്. എന്തിനാടി വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത്. ഇവനും ഞാനൊക്കെ ഒന്നേ കെട്ടിയിട്ടുള്ളു. ഞാൻ പിന്നെ പറയാൻ നിൽക്കുന്നില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരു കാര്യണ്ട്, ജെസിമോള് ചിലപ്പോ ഇനി പറയുന്ന കാര്യത്തിന് ചിലപ്പോ ഓക്ക് ചിലപ്പോ ഉളുപ്പൊക്കെ കൊണ്ട് ഓള് ചിലപ്പോ എന്താക്കും മിണ്ടാണ്ടക്കും ഇതാക്കുന്നൊക്കെ കുത്തിരിക്കും. നമ്മൾ 4 ആൾ അറിയുന്നതിനെ കൊണ്ട് ഓക്ക് കുറച്ച് ഉപ്പ് മാനൊക്കെ ഉണ്ടാവും. എനിക്ക് ഞാൻ നാറിയാലും വേണ്ടില്ല വേശി മോളെ, അന്നാ എത്രത്തോളം നാട്ടിക്കാൻ പാകം അത്രത്തോളം ഞാൻ നാട്ടിക്കും. ഒന്നിലെ ചെറിയ കുഞ്ഞനാന്ന് പോലും നോക്കാണ്ട് മാല പൊട്ടിച്ച് പോയ തള്ള ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. എന്നെ ലോഡ്ജിൽ നിന്ന് പിടിച്ച കഥയും അതിന്റെ ഫോട്ടോ അതിന്റെ തെളിവും നമ്മളെ കയ്യിലുണ്ട്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ. ഞാൻ കേട്ടതാണ്, ഇവൻ പറഞ്ഞത് സത്യമാണോന്ന് എനിക്കറിയില്ല. ഇവന് ആ ലോഡ്ജിൽ പോയി ആ ചേട്ടന്റെ കൂടെ പോയിട്ട് ആ ചേട്ടന്റെ കുടുംബം നശിപ്പിച്ചു എന്നാണ് കേട്ടത്. ആ ചേട്ടൻ തന്നെ ഇവനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തതാട്ടോ. അപ്പം എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്കറിയില്ലേ. ആ കേസ് നൂരി പോകാൻ വേണ്ടി എത്ര ആൾക്ക് കിടന്നുറത്തും നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഗൈസ് ഞാൻ ഏകദേശം വീട്ടിലെത്താറായി. സമയം എന്തായാലും 8:20. ഇതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മേടിച്ചു. നിങ്ങൾ പറയുമ്പോ ഗൈസ് വിചാരിക്കും ഓവർ ഒപ്പം നേരം പോയാണോളെന്ന്. 7 ആകുമ്പോഴത്തേക്ക് ഞാൻ പോയി
എന്റെ കല്യാണം വിളിക്കാൻ. അപ്പോൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാത്തിനും ഞാൻ പോസ്റ്റ് ചെയ്യാം, ഏതാണ് എടുത്തത് എന്നുള്ളതൊക്കെ അപ്പോൾ വയ്യ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബസ്സിലായി വന്ന് അവനോട് കഥ പറഞ്ഞ് ഇവിടെ എത്തിയോ അറിയില്ല. അതേപോലെ എന്ന് വെച്ചാൽ എൻ്റെ ഫാൻസ് 2 പേര്, 2 ജോലിക്ക് പോണ ചേച്ചിമാര്, ഭയങ്കര സന്തോഷമായി. ജസ്റ്റ് ഞാൻ ഒരു ഫോട്ടോ കൂടെ എടുക്കണം. കല്യാണം പോരുന്ന ഒരു ചേച്ചിനോട് യൂട്യൂബൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ, ഞാൻ എപ്പോഴും കാണലുണ്ട്, ലൈക്കൊക്കെ അടിക്കലുണ്ട്. അതുപോലെ വലിയ കൈയൊക്കെ തന്നു. അപ്പം എനിക്ക് ഇറങ്ങണ്ടാത്ത അൺസ്റ്റോപ്പായിട്ട് പോലും ഞാൻ അവിടെ ഇറങ്ങി അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അവർക്കതാണ് സന്തോഷമെങ്കിലും. അപ്പം അങ്ങനെയാണ്. അപ്പോഴാണ് ഇവനെ കിട്ടിയത്. ഇവനെ ഏത് നേരം അമ്മച്ചിന്റെ കഥ പറയാനേ നേരം പൊന്നാര മക്കളെ, ഞങ്ങൾ അവരുടെ റീൽസ് കണ്ടിട്ടില്ലേ ഒന്ന് കണ്ടു. നമ്മുടെ ഏതായും ഭാസ്കർ ദി റാസ്കൽ സിനിമയിലെ ചുമര് പിടിച്ച് ചിരിച്ച് പണ്ടാരടങ്ങി പോകും. പാവണ്ടാവട്ടെ, ആരായാലും വീഡിയോ എടുക്കാൻ എല്ലായിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ഫില്ലറിന്റെ മോളെങ്ങാനും വെച്ചിട്ട് സെൽഫി വീഡിയോ ആണ് സംഭവം. അപ്പൊ അമ്മച്ചിനോട് ഞാൻ കാര്യം പറ, അമ്മച്ചി എത്രത്തോളം എന്നെ ചൊറിയുന്നു അത്രത്തോളം അമ്മച്ചിക്ക് ദോഷം. ഇനി ഏത് തരത്തിലും നാറ്റിക്കാനോ അല്ലെങ്കിൽ നാണം കെടുത്തി കുളിപ്പിച്ച് കിടത്താൻ വിചാരിച്ചാലോ ആ സ്ത്രീ വിചാരിക്കാത്തൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടേ. ആ സ്ത്രീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ, അവരെക്കാട്ടിലും ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ട്. അത് ആ സ്ത്രീ ചിന്തിക്കുന്നില്ല. ചിന്തിക്കണ്ടല്ലോ. എനിക്ക് ഫസ്റ്റിലൊക്കെ ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ചുരുക്കി ഞാൻ പറയാറിയോ, അമ്മേനെ വിളിക്കുന്ന പേരാ അമ്മച്ചി. അമ്മച്ചിന്റെ അമ്മേനെ അങ്ങനെ വിളിക്കുക, കാരണം അങ്ങനെ ഉണ്ടായതാണ് ഈ അമ്മച്ചി. എന്നെ എന്ത് വിളിക്കാം, അമ്മമാര് എന്ത് ചെയ്യുന്നു അതേമാതിരി മക്കൾ ചെയ്യാന്ന് പറയുന്നത് കേട്ടിക്ക്. അമ്മമാര് ഏതാനും കൊണ്ടാണല്ലോ മോളെ ലോഡിച്ച് പിടിച്ച്. എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അവരുടെ നാവല്ലേ ചീത്താവും. എന്നെ ഒരാളിപ്പം എന്താ പറയാ എന്തെങ്കിലും വിളിച്ചെന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയാ മോശമാവുക? അപ്പൊ അവരുടെ പേര് പറയാനായിട്ട് ഭയങ്കര അയ്യോ. അപ്പൊ ഇവന്റെ വായിന്ന് നീ പേര് കേട്ടിട്ട് ഇതാക്കൂ. ഒന്നുകൂടി ആ വയറ്റില് ഒന്നുകൂടി ഉണ്ടായിട്ട് വാ, പക്ഷെ പേര് മാറ്റണം. ആ പേര് വേണ്ട. ഇവനെന്തോ ആ തള്ളനോട് ഭയങ്കര മുഹബത്താണ് ഗായ്സ്. വയസ്സാം കാലത്ത് 40-45 വയസ്സായ തള്ളനെ നിനക്ക് കിട്ടിയുള്ളൂ. 45 വയസ്സുള്ള തള്ളനല്ലേ ഇപ്പൊ 30-35 വയസ്സുള്ള കൊണ്ടുവന്നിട്ട്. അതും ശരിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ എന്തോ ആയിടട്ടെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്, ഞാൻ വീട്ടിലെത്താറായിട്ടുണ്ട്. എൻ്റെ പിള്ളേരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ അമ്മ ഉണ്ടായിരുന്നു ഇതുവരെ. അപ്പോൾ അമ്മയും അച്ഛനും അപ്പം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ജീവനോടല്ലോ ആടുണ്ടോ അല്ലോ എന്നാണ് അതിനെ ട്രോൾ ചെയ്യുന്ന. അല്ല, അമ്മ അച്ഛനോട് ആരാള് വീട്ടില്? ഓനും അറിയൂല, കാരണം അമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ട് എടുത്തേന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ബൈ കേട്ടോ, ഞാൻ വീട്ടിലെത്തി. ഇനി പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇട്ടുന്നില്ല. ഓക്കെ, ഒരു ടാറ്റ പറഞ്ഞേ.